ഓം ശ്രീ സായിരാം. ഇന്ന് നമുക്ക് വേണ്ടി അന്തർശൗച യജ്ഞത്തിന് ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീമതി സംഗീത ശിവപ്രസാദാണ്. അന്തർശൗച യജ്ഞത്തിന്റെ 325 ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓം ശ്രീ സായിരാം. നമ്മള് കഴിഞ്ഞ ഒരു മാസം 32 ദിവസമായിട്ട് അന്തർശൗച യജ്ഞത്തിൽ കാസർഗോഡിലെ യുവജനങ്ങളുടെ രാമായണ രാമകഥാ രസവാഹിനിയുടെ സംഗ്രഹവും ഭജനയും ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് തൊട്ട് വീണ്ടും നമ്മൾ നവംബർ 23 വരെ ഭഗവാന്റെ അന്തർശൗച യജ്ഞത്തില് ഭഗവാന്റെ വാണി വായിക്കുകയും അനുഭവങ്ങൾ പങ്കുവെക്കുകയും പിന്നെ അതുപോലെ തന്നെ ഭജന പാടുകയും സായി ഉപമ വായിക്കുകയും ചെയ്യും. ഇന്ന് നമുക്ക് വേണ്ടി വായിക്കുന്നതും അനുഭവം പങ്കുവെക്കുന്നതും ഭജന പാടുന്നതും ഡോക്ടർ KP മാലതി പയ്യന്നൂരിൽ നിന്നാണ്. ശ്രീമതി മാലതി, സ്വാഗതം. 3 പ്രാവശ്യം ഓങ്കാരവും 3 പ്രാവശ്യം സായി ഗായത്രിയും പറഞ്ഞിട്ട് വാണി വായിച്ചു തുടങ്ങിക്കോളൂ. ഓണല്ല, ഓഡിയോ ഓണല്ല. ഒന്ന് പൊങ്ങിയിരിക്കും വേണേ, ഒന്ന് പൊങ്ങിയിരിക്കണേ. ഓഡിയോ ഓണല്ല. മൈക്ക് മാലതി ടീച്ചറ് മ്യൂട്ട് മ്യൂട്ടാണ് ടീച്ചറെ. അതൊന്ന് തൊട്ടാ മതി, അയക്കണമെന്ന് തൊട്ടാ മതി. ഓഡിയോ മ്യൂട്ടാണ്. ടീച്ചറെ ഓഡിയോ മ്യൂട്ടാണ്, അത് തൊട്ടാ മതി, ഓണാവും. ഐക്കണിലൊന്ന് തൊട്ടാ മതി ടീച്ചറെ. ടീച്ചറെ കേൾക്കുന്നില്ല. മൈക്കിന്റെ ഐക്കണില്ല, അതിൽ വര പോവും തൊടുമ്പോ. അയ്യോ, എന്താണ് ഐക്കണിലെ അത് മാറുന്നു. ഏറ്റവും താഴെയുള്ള രണ്ടാമത്തെ സ്വിച്ച് ടീച്ചറെ, രണ്ടാമത്തെ സ്വിച്ച് ടീച്ചറെ ഏറ്റവും താഴെയാണ്. അതൊന്ന് ഐക്കണിൽ തൊട്ടാ മതി. ടീച്ചറിന്റെ ഫോണിന്റെ ഏറ്റവും താഴെ. രണ്ടാമത്തെ. അത് ഒരു റോസ് കളറിലെ രണ്ടാമത്തെ സ്വിച്ച്. ടീച്ചറെ, മൈക്ക് പോലെ ഒരു സാധനം, ഒരു വരയായിട്ടുണ്ട്, അതിൽ തൊടണം. ഒരു മൈക്ക് പോലെ, ചെറിയ മൈക്ക് പോലെ ഇരിക്കും. ഫോണിൽ വിളിച്ചു പറഞ്ഞാൽ മനസ്സിലാക്കുമായിരിക്കും. റിമോട്ട് ആയാലും വായിക്കാൻ പറ്റത്തില്ലായിരുന്നു. അതെ, അതിന് ഫോണിലൂടെ വിളിച്ചു. അതെ, ഏറ്റവും താഴെ കാണുന്ന 2 ചുവന്ന ലൈറ്റ് കാണല്ലോ, അതില് രണ്ടാമത്തെ. ടീച്ചറിന്റെ അത് വർക്ക് ആവുന്നില്ല എന്ന് പറയുന്നു തൊട്ടിട്ട്. അതെയോ? അപ്പൊ പിന്നെ വേറൊരു ഫോൺ എടുത്താലോ? ടീച്ചറിന് വേറെ ഫോൺ എടുക്കാൻ പറ്റുമോ?
സായിരാം, ടീച്ചറുടെ ഫോൺ വർക്ക് ആവുന്നില്ല. അത് ഐക്കൺ ഓഡിയോ വർക്ക് ഓഡിയോ ബട്ടൺ അമർത്തിയിട്ട് അത് വർക്ക് ആവുന്നില്ല. ചില എന്താണ് കാര്യം എന്ന് മനസ്സിലാവുന്നില്ല. എന്നാ ഒരു കാര്യം ചെയ്യാം മാം, ഇപ്പൊ ഞാൻ വായിക്കാം. മാഷ് വായിക്കും. സായിരാം, ഇത് ഭഗവാൻ 22/6/69 ഗിണ്ടി മദ്രാസിൽ ചെയ്ത ഒരു പ്രഭാഷണമാണ്. പഞ്ചഗണങ്ങൾ എന്നാണ് അതിന് സ്വാമി പ്രഭാഷണത്തിന് ടൈറ്റില്. എന്റെ ക്യാമറ വർക്ക് ആവുന്നില്ല, അതുകൊണ്ട് ക്യാമറ ഇല്ലാതെയാണ്. കുറച്ചു ദിവസമായിട്ട് അതെന്തോ പ്രശ്നമാണ്. പഞ്ചഗണങ്ങൾ വിഷ്ണു എന്നാൽ വായിച്ചാ മതി. ക്യാമറ വർക്ക് ആയില്ലെങ്കിലും വലിയ പ്രശ്നമില്ല. പക്ഷെ ഓഡിയോ വർക്ക് ആയില്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. എന്നാൽ ടീച്ചറിന് ശരിയാവോ നോക്കായിരുന്നു. ടീച്ചർ നോക്കണുണ്ട്. വേറെ ഫോണ് ടീച്ചർ വന്നായിരുന്നോ? പിന്നെ നമുക്ക് വലിയ നഷ്ടമാണ് ടീച്ചർ സംസാരിച്ചില്ലെങ്കിൽ. കാരണം ടീച്ചറിന് ഭയങ്കര മടിയായിരുന്നു. ഞാൻ പറഞ്ഞപ്പോ ഇതൊന്നും പറയണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. ടീച്ചറെ പോലെ നല്ലൊരു സാധകയും നല്ല ഒരു ചെറിയ പ്രായത്തിലെ സ്വാമിയിൽ വന്ന ഒരാളാണ് ടീച്ചർ. ഒരുപാട് കാലം ബാലവികാസ് ഗുരുവായിരുന്നു. സ്വാമിയുടെ ഒരുപാട് സ്വപ്നങ്ങളും ഡയറക്ഷൻസും കിട്ടിയ ഒരു വ്യക്തിയായിരുന്നു ടീച്ചർ. ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഇതൊന്നും പറയണ്ട എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ പറഞ്ഞു അങ്ങനല്ലേ ടീച്ചറെ, ഇത് നമുക്ക് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, നാളത്തേക്ക് ഒരു പ്രൂഫാവും. അങ്ങനെ ഒരുപാട് നിർബന്ധിച്ച ശേഷം മനസ്സില്ലാ മനസ്സോടെ ടീച്ചർ ഇതിലേക്ക് വന്നത്. ഒരുപക്ഷെ ഭഗവാന്റെ അതുകൊണ്ടാണ് ഭഗവാന്റെ കാര്യം പറയാൻ നമ്മൾ സ്വമേധയാ വന്നെങ്കിൽ ഭഗവാൻ സ്വീകരിക്കില്ല. പബ്ലിക്കായിട്ട് ഒരുപാട് സംസാരിക്കും ഞങ്ങൾ ടീച്ചറെ കുറിച്ചൊക്കെ. ഭഗവാന്റെ മഹിമകള് പങ്കുവെക്കാന്നുള്ളത് നമുക്ക് കിട്ടുന്ന വലിയൊരു അനുഗ്രഹമല്ലേ മാഷെ? തീർച്ചയായിട്ടും. അതിന് നിർബന്ധിക്കേണ്ട കാര്യം പോലും ഇല്ല. അവസരം ഇങ്ങോട്ട് ചോദിച്ചു വരണം. ടീച്ചർ 100 കണക്കിന് ഇങ്ങനെ ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷെ ഇങ്ങനെ പബ്ലിക് വേണ്ടാന്ന് ഇപ്പൊ ടീച്ചറിന്റെ തോന്നിക്കാണ്. എന്തായാലും ശരി സായിര, സമയം കളയണ്ട. അതെ മാഷ് വായിക്കൂ, ഞാനൊരു അനുഭവം പറയാം. എന്നാൽ സർവവ്യാപി എന്നർത്ഥം, സർവാന്തര്യാമി. വിഷ്ണുവിന്റെ വിഗ്രഹത്തെ പറ്റി പറയുമ്പോൾ അത് കേട്ടവർ ചിരിച്ച് വിഡ്ഢിത്തരം എന്ന് പറയുന്നു. സർവാന്തര്യാമിയായ വിഷ്ണു എന്ന അമൃത് കുടിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു കപ്പും സ്പൂണും ആവശ്യമാണ്. സർവാന്തര്യാമിയായ വിഷ്ണു എന്ന അമൃത് കുടിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു കപ്പും സ്പൂണും ആവശ്യമാണ്. വിഗ്രഹം എന്നുള്ളത് അതുപോലൊരു ഉപാധി മാത്രമാണ്. കപ്പിന് ഏത് രൂപവും ക്രമീകരണവും ആവാം. അമൃതിനു വേണ്ടി ദാഹിക്കുന്നവനും തീവ്ര വേദനയുള്ളവനും ആവശ്യമുള്ള ആനന്ദം അടങ്ങിയിരിക്കുന്നത് അവൻ എത്തിക്കിട്ടുന്ന അമൃതിലാണ്. ഈശ്വരൻ അമൃതാണ്, മധുരമാണ്, അസ്തിത്വ ശക്തമാണ്, ശക്തിപ്രദായകനുമാണ്. ദൈവം നടരാജൻ, ദുർഗ, കൃഷ്ണൻ, ശിവലിംഗം, ഗണപതി, ക്രിസ്തു അല്ലെങ്കിൽ ഏതൊരു രൂപത്തിലുള്ള ആകൃതിയിലും അത്യുത്സാഹമുണർത്തി പ്രാണവേദന കെടുത്തി സംതൃപ്തി പകരുന്നു. 21 വർഷം മുമ്പ് ഇതേ ക്ഷേത്രത്തിൽ ഞാനൊരു പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. അതിനെ തീവ്രാഭിലാഷമുള്ളവർ അവരുടെ ഇഷ്ടപാത്രമായി കരുതുന്നു. ഇതാണ് സായി രൂപം. ഷിർദിയിൽ ദ്വാരകാമയിലിരുന്ന് ഉപദേശം നൽകിയിരുന്ന രൂപം. അതിന് 5 ഫണമുള്ള ഒരു സർപ്പരൂപം പുറകിലുണ്ട്. വിടർന്ന ഫണത്തിന്റെ നിഴലിലാണ് വിഗ്രഹം. ഇത് എന്തിനെ പ്രതിനിധീകരിക്കുന്നു? 5 ഫണങ്ങൾ പഞ്ചേന്ദ്രിയങ്ങളുടെ സംജയാണ്. അവയ്ക്ക് കുടിലമായ വിഷശക്തി ഉള്ളതാണ്. കണ്ണുകൾ നിങ്ങളെ മാംസളമായ വശ്യതയിലേക്കും ഐന്ദ്രിക സൗന്ദര്യത്തിലേക്കും ആനയിക്കുന്നു. കാതുകൾ കാമോദീപകമായ ഗാനങ്ങൾ കൊതിക്കുന്നു. നാവ് രുചികരമായ ഭക്ഷണത്താൽ ദഹനേന്ദ്രിയങ്ങൾക്ക് ഭാരിച്ച ചുമടേകുന്നു. നാസിക നിങ്ങളെ സൗരഭ്യം തേടി കാട്ടിലും പരീക്ഷണശാലയിലും എത്തിക്കുന്നു. സ്പർശനേന്ദ്രിയം സിൽക്കിന്റെയും വെൽവെറ്റിന്റെയും സുഖം തേടിപ്പോകുന്നു. മനുഷ്യനെ ചെളിക്കുഴിയിൽ ചാടിച്ച് വിഷമത്തിലാക്കുന്നു. മനുഷ്യന് പഞ്ചേന്ദ്രിയങ്ങളെ കീഴടക്കാൻ സാധിച്ച് ദാനശീലത്തിന്റെ ചാലുകൾ കൂടി നിയന്ത്രിച്ചു കൊണ്ടുപോകുവാൻ കഴിഞ്ഞാൽ കണ്ണ് നക്ഷത്രങ്ങളിലും പനിനീർപ്പൂവിന്റെ ദളങ്ങളിലും ഈശ്വരന്റെ കാൽപ്പാടുകൾ ദർശിക്കും. പക്ഷികളുടെ ഗാനങ്ങളിലും മേഘഗർജനങ്ങളിലും കാതുകൾ ഈശ്വരന്റെ നാദം ശ്രവിക്കും. നാവ് ഈശ്വരമാധുര്യം എല്ലാത്തിലും രുചിക്കുന്നു. ഈശ്വര സ്തുതി ഉണർത്തുന്നതിലെല്ലാം നാസിക സുഗന്ധം കണ്ടെത്തുന്നു. ഒറ്റപ്പെട്ടവരും ക്ലേശിക്കുന്നവരും ഈശ്വരന്റെ പ്രിയ സന്താനങ്ങളുടെ കരങ്ങൾ ഗ്രഹിക്കുന്നതിൽ സംതൃപ്തി അടയുന്നു. ഹൃദയത്തിന്റെ ഉള്ളറയിൽ ഈശ്വരനെ പ്രതിഷ്ഠിച്ചതായി അപ്പോൾ കണ്ടെത്താം.
പഞ്ചഫണങ്ങൾ വിടർത്തി നിൽക്കുന്ന സർപ്പം തരുന്ന പാഠം ഇതാണ്. ഇപ്പോൾ പണിമുടക്കിന്റെയും ബന്ധുക്കളുടെയും കാലമാണ്. ആളുകൾ കൂട്ടം ചേർന്ന് പണിമുടക്കുന്നു, ഒച്ചവയ്ക്കുന്നു, പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിയുന്നു. ഇതെല്ലാം ഓരോ ലക്ഷ്യം നേടുന്നതിനാണ്. മറ്റുള്ളവർക്ക് നഷ്ടവും സ്ഥിതിഗതികൾ തകിടം മറിക്കുന്നതിനുമാണ് ഇതെല്ലാം. ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യട്ടെ, മനസ്സിനെതിരായി പണിമുടക്കുവാൻ. മനസ്സിന്റെ ചാഞ്ചാട്ടങ്ങളെ, പ്രേരണകളെ അനുസരിക്കരുത്. തീരുമാനങ്ങളിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. വിവേചന ശക്തി ഉദാരമെന്ന് ഉപദേശിക്കുന്നത് മാത്രം പിന്തുടരുക. മനസ്സിനെ അവഗണിക്കൂ, ബുദ്ധിയെ ആദരിക്കൂ. ഇന്ദ്രിയങ്ങളെ ബുദ്ധിയുടെ ഭൃത്യന്മാരാക്കി മാറ്റുക. അവ മനസ്സിന്റെ പ്രവൃത്തികളാകരുത്. മനസ്സിനെ സ്ഥാനഭ്രഷ്ടനാക്കി ഇന്ദ്രിയങ്ങളോട് പറയുക, മനസ്സിന് അസ്തിത്വമില്ല. ഐന്ദ്രികത എന്നതൊരു രോഗമാണ്. സ്വസ്ഥതയും ശാന്തിയും നിങ്ങൾക്ക് നിഷേധിക്കുന്നു. യോഗം കൊണ്ട് രോഗത്തെ മാറ്റാം. ഭോഗത്താൽ അത് അസാധ്യമാണ്. ഭോഗം എന്നാൽ ഇന്ദ്രിയങ്ങളുടെ ചാബല്യത്തിന് സംഭ്രമത്തിനും അനുസരിച്ച് പ്രവൃത്തി ചെയ്യുക എന്നർത്ഥം. യോഗം എന്നാൽ ഇന്ദ്രിയ ലക്ഷ്യങ്ങളുടെ പുറകെ പായുന്ന മനസ്സിന്റെ ഉത്കട വികാരങ്ങളെ നിയന്ത്രിച്ച് സംസ്കരിച്ചെടുക്കുക എന്ന ക്രിയയാണ്. വെള്ളം ഉപ്പുള്ളതാണെങ്കിൽ പഞ്ചസാര ചേർത്തുകൊണ്ട് എങ്ങനെ രുചിഭേദമുണ്ടാകും? ധാതു മിശ്രജലത്തെയും ഉപ്പുവെള്ളത്തെയും ദുരുപദ്രവവും രുചികരവുമാക്കുവാൻ മറ്റു മാർഗങ്ങളുണ്ട്. ഈശ്വരൻ സർവ്വവ്യാപിയാണ്. എന്നാലും ചില ശാസ്ത്രജ്ഞർ തറപ്പിച്ചു പറയുന്നത്, ഞങ്ങൾ ശൂന്യാകാശത്തിലും ചന്ദ്രനിലുമെല്ലാം തേടി, പക്ഷെ എങ്ങും ഈശ്വരനെ കണ്ടെത്തിയില്ല, ഈശ്വരനില്ല. അവർക്ക് എവിടെ അന്വേഷിക്കണമെന്ന് അറിയില്ല. എന്നിട്ടും അവർ തികഞ്ഞ ഔദ്ധത്യത്തോടെ ഖണ്ഡിതമായി പറയുന്നു, ഈശ്വരനെ കണ്ടെത്തിയില്ല എന്ന്. ഈശ്വരൻ വേർതിരിച്ചറിയാവുന്ന ഒരു ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നോ, അല്ലെങ്കിൽ സാകാരനാണോ? എവിടെയെങ്കിലും വാസസ്ഥാനമോ ഉടയാടയോ പരമ്പരാഗതമായി ഈശ്വരൻ്റെതായിട്ടുണ്ടോ? ദൈവം ഇതെല്ലാമും അതിലും ഉപരിയാണ്. ഇതെല്ലാത്തിലും അതിലും അപ്പുറവുമുണ്ട്. ഈശ്വരൻ ഇല്ലെന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്റെ ആന്തരിക പ്രചോദക ശക്തിയും ഈശ്വരനാണ്. ഈശ്വരൻ തന്നെ ഈശ്വരനാണ്. എല്ലാത്തിലും ചന്ദ്രനിലേക്കും ദിവ്യ സാന്നിധ്യം വ്യാപിച്ചു കിടക്കുന്നു. പരീക്ഷണശാലകളിലെ ഉപകരണങ്ങൾ കൊണ്ട് ഈശ്വരനെ തേടുന്നത് വയറുവേദന മാറ്റാൻ കണ്ണിൽ മരുന്നൊഴിക്കുന്നത് പോലെയാണ്. അതിന് പ്രത്യേക സമ്പ്രദായങ്ങളും പ്രത്യേക ഉപകരണങ്ങളുമുണ്ട്. അവ വളർത്തിയെടുത്തതും ആധ്യാത്മിക ശാസ്ത്രത്തിന്റെ പുരാതന ഗുരുനാഥന്മാരാണ്. കൃത്യമായ വീക്ഷണത്തോടെ, ത്യാഗപ്രേമാദികളോടെ വിവേകത്തിന് മൂർച്ച കൂട്ടുക. വിവേകം മുൻവിധി കൂടാത്തതും പ്രവണതാരഹിതവുമായിരിക്കണം. അപ്പോൾ നിങ്ങൾക്കുള്ളിലും ചുറ്റിലും അരികിലും അനുഭവത്തിലും സർവത്തിലും നിങ്ങൾക്ക് ഈശ്വരദർശനം ലഭിക്കും. ഡോക്ടർ പരിശോധന തുടങ്ങുന്നതിന് മുമ്പ് രോഗനിർണയത്തിനായി ഷർട്ട് അഴിക്കുവാൻ പറയുന്നു. നിങ്ങളുടെ നെഞ്ചിനെ മൂടിക്കിടക്കുന്ന ഹൃദയത്തെ മതിക്കുന്ന ആഗ്രഹങ്ങളിലെ ആ ഷർട്ട് അഴിച്ചു മാറ്റും. അപ്പോൾ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം പ്രകൃതം, അതായത് നിങ്ങൾക്ക് തന്നെയും നിങ്ങളെ തേടുന്നവർക്ക് സ്പഷ്ടമായി കാണാൻ കഴിയും. ഈശ്വരപ്രഭ ഉൾക്കൊള്ളുന്ന പേടകമാണ് ഓരോരുത്തരും. പക്ഷേ ചിലരെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു, ചിലരെ വെറുക്കുന്നു, ചിലരോട് അനിഷ്ടത്തിലാണ്. പല തരത്തിലും അവരെ തരംതിരിക്കുന്നു. നിങ്ങൾക്ക് നല്ലവനാണെന്ന് തോന്നുന്ന ആളിന്റെ നന്മ അയാളിലുള്ള ദൈവികതയായി കാണുക. ഒരുവൻ നിങ്ങൾക്ക് ചീത്തയായി തോന്നുന്നെങ്കിൽ അവന്റെ ശ്രദ്ധയിൽ അല്പമെങ്കിലും സംതൃപ്തി അയാൾക്ക് കൊടുക്കുവാൻ കഴിയുന്നതിൽ സന്തോഷിക്കുക. ശരീരത്തെ ക്ഷതപ്പെടുത്തിയാൽ സന്യാസിമാരെ അത് ബാധിക്കുകയില്ല. കാരണം അവർക്കറിയാം അവർ കേവലം ശരീരമല്ലെന്ന്. ആത്മാവിനെ ദ്രോഹിക്കുക സാധ്യമല്ല. അതാകട്ടെ നിത്യാനന്ദത്തിലാണ് താനും. സാധന കൊണ്ട് സുഖദുഃഖങ്ങൾ, ലാഭനഷ്ടങ്ങൾ, ജയപരാജയങ്ങൾ അലട്ടാത്ത യതിവീര്യരാകൂ. ഭാഗ്യത്തിന്റെ ചുഴലികളിൽ താല്പര്യമില്ലാത്ത സാക്ഷി മാത്രമായി തീരുക. ഇതെല്ലാം മനസ്സിന്റെ പറന്നകലുന്ന വ്യാമോഹങ്ങളാണെന്നും ഇതൊന്നും യാഥാർത്ഥ്യമല്ലെന്നും അന്വേഷണം നിങ്ങളെ ബോധ്യപ്പെടുത്തും. ജപവും ധ്യാനവും കൊണ്ട് നിങ്ങൾ സത്യം യാഥാർത്ഥ്യവുമായി അനന്യത പ്രാപിക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകും ബ്രഹ്മമൊഴികെ മറ്റെല്ലാം അയഥാർത്ഥ്യമാണെന്ന്. ഗിണ്ടി, മദ്രാസ്, 22/6/69. സായിരാം. സായിരാമേഷേ ഇനി കഴിഞ്ഞോ? ടീച്ചറിന്റെ വന്നല്ലോ അല്ലേ? ടീച്ചറിനെ കിട്ടിയോ? ടീച്ചറിന്റെ അനുഭവം പറഞ്ഞോളൂ. സായിരാം. ഞാനിപ്പോ ഇതിന്റെ ഇടയിൽ സെറ്റിങ്സിൽ പോയപ്പോ ഒരു ഇത് കിട്ടി. എന്തോ ഭഗവാന്റെ ഒരു സങ്കല്പമായിരിക്കാം. കുറച്ചു നേരം. ഹലോ, കേൾക്കാമോ? നന്നായി കേൾക്കാം. പറഞ്ഞോളൂ. നന്നായിട്ട് കേൾക്കാം. ടീച്ചർ പറഞ്ഞോളൂ. ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ഭഗവാന്റെ ഒരു കൊടക്കീഴിലേക്ക് എത്തിച്ചേരാൻ ഭാഗ്യമുണ്ടായ ഒരു വ്യക്തിയാണ്. എൻ്റെ അച്ഛൻ
വലിയ ഒരു ഡിവോട്ടി ആയിരുന്നു. അദ്ദേഹം 60കളുടെ ഒരു മധ്യത്തോടു കൂടി ഭഗവാനെ ദർശിക്കാനും വാണി കേൾക്കാനും ഒക്കെ ഭാഗ്യമുണ്ടായ ആളാണ്. അതുവഴി ഞാൻ ഹൈസ്കൂൾ ക്ലാസ്സിൽ വെച്ച് തന്നെ ഭഗവാനെ കുറിച്ച് കുറേയൊക്കെ മനസ്സിലാക്കുകയും പിന്നീട് ഭജന പാടാൻ പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. 70-75 കാലത്ത് ഞാൻ ഭഗവാനെ കണ്ടു. അതിനുശേഷം 76-77 കാലഘട്ടത്തിൽ ദീർഘനാള് 10-20 ദിവസങ്ങളോളം പ്രശാന്തി നിലയത്തിൽ ഗുരുപൂർണിമ സമയത്ത് വന്ന് താമസിക്കാൻ ഭാഗ്യം കിട്ടി. ആ സമയത്ത് ഈസ്റ്റ് പ്രശാന്തിയുടെ മട്ടുപ്പാവിലാണ് കിടക്കാൻ സ്ഥലം കിട്ടിയിരുന്നത്. അന്ന് അവിടെ നമ്മുടെ കോഴിക്കോട് അടുത്തുള്ള ഈയാട്ട് ഉള്ള മുത്തു അമ്മ എന്ന പരമഭക്തയായ ഒരമ്മ പരിചയപ്പെടാൻ സാധിച്ചു. അവരുടെ ഒരു ഭക്തിയും ഒരു സമർപ്പണവും അവരുടെ അനുഭവങ്ങളും ഒക്കെ എന്നെ വളരെയധികം ആകർഷിച്ചു. അവരുടെ വീട്ടിൽ പോകാൻ എനിക്ക് ഭാഗ്യം കിട്ടി. വീട്ടിൽ പോകുന്ന ഞാനും എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. വീട്ടിൽ പോയ സമയത്ത് ഞങ്ങൾ കയ്യിൽ അമ്മയ്ക്ക് കുട്ടികളൊന്നുമില്ല, ഭാര്യയും ഭർത്താവും മാത്രമേ ഉള്ളൂ. ഭർത്താവിന് തീരെ കണ്ണ് കാണില്ല. ചിലപ്പോ വത്സലയ്ക്ക് അറിയാമായിരിക്കാം ആ അമ്മയെ. അവരുടെ വളർത്തു മകളെ ഉണ്ടെന്നറിഞ്ഞുകൊണ്ട് ഞങ്ങൾ പോകുമ്പോൾ കുറച്ച് ചിപ്സ് വാങ്ങിച്ച് കൊണ്ടുപോയിരുന്നു, കുറച്ച് പഴങ്ങളും വാങ്ങിച്ചു കൊണ്ടുപോയിരുന്നു. അവിടെ കൊണ്ടുപോയപ്പോൾ അമ്മ പറഞ്ഞു, ഇന്ന് ഭജന നടത്താൻ ആരുമില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു ദിവസമാണ്. അപ്പൊ ഭഗവാൻ എന്നെ ആളെ കൊണ്ടുവന്നു. അപ്പൊ നമുക്ക് ഭജന നടക്കാം, ഭജന നടത്തുന്നതിന് ശേഷം നമുക്ക് ചായ കഴിക്കാമെന്ന് പറഞ്ഞു. അവരുടെ വീട്ടിന്റെ മുകളിലെ ഭാഗത്തൊരു വലിയ ഹാളാണ് ഭജൻ ഹാളായിട്ട് ഏർപ്പാട് ചെയ്തിരുന്നത്. അവിടെ ഞങ്ങളൊക്കെ കയറിയിരുന്നു. അമ്മയും പോയ ഞങ്ങൾ രണ്ടുപേരും. പോകുന്ന സമയത്ത് അമ്മ അവരുടെ അമ്മയെ കുളിപ്പിക്കുകയായിരുന്നു. അവരുടെ അമ്മയെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത് ഈ അമ്മ തന്നെയാണ്. അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ മുകളിലേക്ക് പോയത്. അവിടെ പോയപ്പോൾ ഞാൻ ഈ കൊണ്ടുപോയ സാധനങ്ങൾ കൊടുത്ത സമയത്ത് അമ്മ പറഞ്ഞു, ഇത് ഭഗവാന് നിവേദിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും പ്രസാദമായിട്ട് കഴിക്കാമെന്നും പറഞ്ഞ് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു. ആ പ്ലാറ്റ്ഫോമിൻ്റെ മേലെയാണ് ഫോട്ടോവും ദീപവും ഒക്കെ വെച്ചിരുന്നത്. അതിൻ്റെ താഴെയാണ് ആൾക്കാർ ഇരുന്നത്. അപ്പം ആ പ്ലാറ്റ്ഫോമിൻ്റെ മേലെ ഒരു തളിക തന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ തന്നെ വെച്ചോളൂ, പ്ലാറ്റ്ഫോമിൻ്റെ മേലെ വെക്കാൻ പറഞ്ഞു. ഞാനത് അവിടെ കൊണ്ടുവച്ചു. വെച്ചിട്ട് പിന്നെ ഭജന തുടങ്ങി. അമ്മ പാടുന്നുണ്ടായിരുന്നു. അതൊരു പാട്ട് എന്ന് പറയാൻ പറ്റില്ല, അത്രമാത്രം ഭഗവാനെ നേരിട്ട് കണ്ടുകൊണ്ടുള്ള ഒരു വിളിയായിരുന്നു. ഞങ്ങളൊക്കെ അതിൽ ലയിച്ച് 2-3 ഭജന ഞങ്ങളും പാടി. കൂടെ വന്ന മറ്റേ കുട്ടിയും നന്നായി പാടുമായിരുന്നു. അവളും പാടി, ഞാനും 1-2 ഭജന പാടി. അങ്ങനെ ഭജന കഴിഞ്ഞതിന് ശേഷം ഈ അമ്മ പറഞ്ഞു, ഇനി നമുക്ക് പ്രസാദം കഴിക്കാം എന്ന് പറഞ്ഞപ്പോൾ അതിൽ നിവേദ്യമായി വെച്ചിരിക്കുന്നതിൽ സാധനങ്ങൾ എടുത്ത് കഴിച്ചതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായി. അവിടെ ബാക്കിയുള്ള യഥാർത്ഥത്തിൽ ഭഗവാൻ കഴിച്ചതിൻ്റെ ബാക്കി തന്നെയാണ്. അത് അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ കാര്യമല്ല, അതെന്നും സംഭവിക്കുന്നതാണെന്ന് ഞാൻ അത്ഭുതത്തോടെ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, എന്നും വരാറുണ്ട്, കഴിക്കാറുണ്ട്. ഇനിയിപ്പോൾ ഭഗവാൻ ഇവിടെ ചോറ് കൊണ്ടുവെക്കും. അപ്പം ഞങ്ങൾക്ക് താഴെ വന്ന് ഭക്ഷണമൊക്കെ ഈ പ്രസാദമൊക്കെ തന്നു, ചായ തന്നു. എന്നിട്ട് ഒരുപാട് നേരം സംസാരിച്ചു. ഭാഗവത സപ്താഹം അവർ വീട്ടിൽ വെച്ച് തന്നെ നടത്താറുണ്ട് എന്ന് പറഞ്ഞു. ചിങ്ങമാസത്തിൽ ഞാനും ഭർത്താവും കൂടി തന്നെയാണ് ഭാഗവതം വായിക്കുന്നത്. അതിന് പങ്കെടുക്കണം എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞു.
അതെല്ലാം കഴിഞ്ഞപ്പോൾ ഊണ് തയ്യാറായി. ഇനി ഭഗവാന് നിവേദ്യം വെച്ച ശേഷം നമുക്ക് ഊണ് കഴിക്കാമെന്ന് പറഞ്ഞു. ഭഗവാന് അവിടെ അവർ വിളമ്പി വെച്ചു. ചോറും 2-3 കറികളും, ഒരു പാത്രത്തിൽ വെള്ളവും, ഒരു തളികയിൽ വെറ്റിലയും അടക്കി. അന്ന് ഭഗവാൻ വെറ്റില മുറുക്കുന്ന സമയമാണ്. അങ്ങനെ അതുമൊക്കെ കൊണ്ടുവച്ച് മൂടി വെച്ച് ഞങ്ങൾ താഴെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പോകുമ്പോഴേക്കും ഇതുപോലെ ചോറൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കഴിച്ചതിൻ്റെ ബാക്കി മനസ്സിലാവുമല്ലോ. അങ്ങനെ ഭഗവാൻ അതൊക്കെ എടുത്ത് കഴിച്ച് ബാക്കി ഗ്ലാസ്സിൽ പകുതി വെള്ളം, പകുതി ചോറ്, കറികളൊക്കെ കൂട്ടി ഊണ് കഴിച്ച് വെറ്റിലയും എടുത്തിട്ടുണ്ട്. അങ്ങനെ ആ ബാക്കിയുള്ള പ്രസാദവും ഞങ്ങൾക്ക് കിട്ടി. പിന്നെ അവിടെ അമ്മ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളടുത്ത് സംസാരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു, ഭഗവാൻ അമ്മയ്ക്ക് അന്ത്യദർശനം കൊടുക്കാൻ വരാമെന്ന് എന്നോട് ഏറ്റിട്ടുണ്ട്. ഞാൻ അതിനു വേണ്ടി എല്ലാ സമയത്തും അതിന് തയ്യാറായിരിക്കുകയാണ്. അത് കാണിച്ചു തന്നു. അവിടെ ഭഗവാന്റെ പാദപൂജ ചെയ്യാൻ വേണ്ടി തളികയും കിണ്ടിയിൽ വെള്ളവും കാല് തുടക്കാനുള്ള പട്ടുവസ്ത്രവും ഒക്കെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് എല്ലാ ദിവസവും ഇത് മാറ്റി മാറ്റി ഇങ്ങനെ വെച്ച് ഭഗവാനെ എല്ലാ സമയത്തും കാത്തിരിക്കുകയാണ് അമ്മ. ഭക്തിയുടെ ഒരു ഉയർന്ന രൂപമാണ് അവിടെ കാണാൻ സാധിച്ചത്. ഇങ്ങനെയുള്ള ആ ഭക്തന്മാരുടെ സംഗമമാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇങ്ങനെയുള്ള ഭക്തന്മാർ, എന്തിനാണ് ഭാഗവതം, വേദവ്യാസൻ എന്തിനാണ് ഭാഗവതം എഴുതിയത്? ഭാഗവതത്തിൽ പറയുന്നതുടനീളം ഭക്തന്മാരുടെ കഥകളാണ്. തത്വങ്ങളുണ്ട്, അതിലുപരിയായിട്ട് ഭക്തന്മാരുടെ കഥകൾ ധാരാളമുണ്ട്. വ്യാസൻ ബ്രഹ്മസൂത്രവും ഭഗവത്ഗീതയും ഒക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം, പുരാണങ്ങളും ധാരാളം എഴുതി കഴിഞ്ഞതിന് ശേഷം വളരെ ദുഃഖിതനായിട്ട് സരസ്വതി നദീ തീരത്ത് ഇരിക്കുമ്പോഴാണ് നാരദ മഹർഷി ആ വഴിക്ക് വരുന്നതും മഹർഷി ആ ദുഃഖത്തിൻ്റെ കാരണം അന്വേഷിക്കുന്നതും. എന്താണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ നാരദ മഹർഷിയാണ് ഉപദേശിച്ചത് ഒരു ഭക്തിയുടെ കാവ്യം എഴുതാൻ ഉപദേശിച്ചത്. അതുപ്രകാരമാണ് ഭാഗവതം എഴുതിയത് എന്നാണ്. മറ്റൊക്കെ ജ്ഞാനമാണ്. ബ്രഹ്മസൂത്രവും ഭഗവത്ഗീതയും ഒക്കെ ജ്ഞാനമാണല്ലോ കാണിക്കുന്നത്. ഇതിൽ ഭക്തിയാണ് പ്രധാനം. അത് ഭഗവാൻ ഈ ജ്ഞാനവാഹിനിയിലും തന്നെ അത് പറയുന്നുണ്ട്. ഭക്തിയിൽ കൂടിയാണ് ജ്ഞാനത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. പല ഭക്തന്മാരോട്, കുട്ടികളോട് പറഞ്ഞതായിട്ടും കേട്ടിട്ടുണ്ട്. അത് സഞ്ജയ് മഹാലിംഗം ഭഗവാനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭക്തിയും ജ്ഞാനവും രണ്ടായി പറഞ്ഞപ്പോൾ അങ്ങനെ പറയുന്നവർക്ക് അത് രണ്ടും അറിയില്ല എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അത്രയും ഉറപ്പിച്ചും തറപ്പിച്ചും പറഞ്ഞിട്ടുണ്ട്. ഭക്തിയിൽ കൂടിയാണ് ജ്ഞാനത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. അതിലേക്കുള്ള ഒരു പാതയാണ് ആ ഭക്തി. ഭഗവാൻ എപ്പോഴും പറയുമ്പോഴും മീരയുടെയും രാധയുടെയും കഥ പറയും, പാഞ്ചാലിയുടെ കഥ പറയും. മീരയും രാധയും മീരാബായിയെ കുറിച്ച് എപ്പോഴും ഭഗവാൻ പറയുമ്പോഴൊക്കെ വികാരം കൊള്ളുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. ആ ഭക്തി എന്ന് പറയുന്നത് ഉന്നതമായ തരത്തിലുള്ള പരാഭക്തിയാണ്. താനും ഭഗവാനും വേറെയല്ല എന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്ന ഭക്തിയാണത്. അത്തരത്തിൽ എനിക്ക് വ്യക്തിപരമായിട്ട് പറയാന്ന് വിചാരിച്ചാൽ ഞാൻ നിരവധി തവണ പല സ്റ്റേജുകളിൽ പറഞ്ഞിട്ടുള്ള അനുഭവം ആവർത്തിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല ടീച്ചറെ, ഞങ്ങള് കേട്ടിട്ടില്ലല്ലോ. ടീച്ചറെ പറഞ്ഞോളൂ. മനോഹരമായിട്ടാണ് പറയുന്നത്, അതുകൊണ്ട് പറഞ്ഞോളൂ. അതെ, എനിക്ക് ഒരു പ്രാവശ്യം ഞാൻ ഷിർദിയിലും പുട്ടപർത്തിയിലും ഒക്കെ പോവാൻ ഒരു യാത്ര പുറപ്പെട്ടു. ഞാനും ഭർത്താവും, എൻ്റെ മകൻ ചെറിയ കുട്ടിയായിരുന്നു, അവനെയും കൂട്ടിയിട്ട് ഞങ്ങൾ യാത്ര പുറപ്പെട്ട സമയത്ത്
എൻ്റെ ബ്രദറ്, ഞാൻ ചുരുക്കത്തിലാണ് പറയുന്നത്, എൻ്റെ ബ്രദറ് ആ സമയത്ത് എറണാകുളത്ത് അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. പിന്നീട് ജസ്റ്റിസ് രാമകൃഷ്ണൻ്റെ കൂടെ അന്ന് ജൂനിയറായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവൻ അന്നേരം 31 വയസ്സ് പ്രായം. എൻ്റെ നേരെ തൊട്ട് താഴെയുള്ള ബ്രദർ. അപ്പം അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് യാത്രയാവുന്ന സമയത്ത് ബ്രദറും ഞാനും കൂടി ഒരുമിച്ചാണ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്. കോഴിക്കോട് വരെ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. അന്ന് ട്രെയിനിന് മാർപ്പേട്ട വഴിയുള്ള ഹലോ ജോലാർപേട്ട വഴിയുള്ള ഒരു ട്രെയിനിലാണ് ഞങ്ങൾ പോകുന്നത്. കോഴിക്കോട് അവൻ ഇറങ്ങി, അവൻ ഏതൊരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോവുകയാണെന്ന് പറഞ്ഞു. മോനൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് യാത്ര പറഞ്ഞു പോയി. ആ സമയത്ത് ഞാൻ അവൻ്റെ അടുത്ത് വെറുതെ ഒന്ന് പറഞ്ഞു, നീ നിൻ്റെ ആ സ്കൂട്ടർ ഒന്ന് ഒഴിവാക്ക്, എന്നിട്ട് ഓഫീസിലേക്ക് വേറെ എങ്ങനെയെങ്കിലും പോകാൻ നോക്ക് എന്ന് പറഞ്ഞിരുന്നു. ശരിയെന്ന് പറഞ്ഞിട്ടാണ് പോയത്. എന്നിട്ട് പിന്നെ ആ യാത്രയിൽ ഞങ്ങൾ ഷിർദിയിലും പിന്നെ അജന്ത എല്ലോറ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പുട്ടപർത്തിയിൽ വന്നു. പുട്ടപർത്തിയിൽ ഭഗവാൻ അന്ന് വൈറ്റ് ഫീൽഡിലായിരുന്നു. അത് സമ്മർ ആയതുകൊണ്ട്, മെയ് മാസത്തിലായതുകൊണ്ട് വൈറ്റ് ഫീൽഡിലായിരുന്നു. ഞങ്ങൾ അവിടുന്ന് വൈറ്റ് ഫീൽഡിലേക്ക് വന്നു. വൈറ്റ് ഫീൽഡിൽ വന്നെത്തിയ ദിവസം 2-3 ദിവസം കഴിഞ്ഞു. ഒരു വെള്ളിയാഴ്ചയാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അടുത്ത വെള്ളിയാഴ്ച വരെ അവിടെ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ ഒരു ദിവസം ഒരു സ്വപ്നം 10-12 മണി ആ ഗ്ലാസ് കോളനിയുടെ ക്വാർട്ടേഴ്സിലാണ് ഞങ്ങൾ പോയാൽ എപ്പോഴും സമ്മർ കോഴ്സിൻ്റെ സമയത്ത് പോവാറുണ്ട്. ഗ്ലാസ് കോളനീൻ്റെ ക്വാർട്ടേഴ്സിലാണ് താമസിക്കാറ്. അവിടെ താമസിക്കുന്ന സമയത്ത് ഒരു ദിവസം രാത്രി ഒരു 12 മണി സമയമായപ്പോൾ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ എൻ്റെ ബ്രദർ സ്കൂട്ടറിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് തെറിച്ച് വീണു. അപ്പം തന്നെ മരിക്കുകയും ചെയ്തു. അതാണ് സ്വപ്നം. വളരെ വ്യക്തമായ സ്വപ്നമായിരുന്നു. ഒട്ടും അത് ഇൻഡയറക്റ്റ് ആയിട്ടും അല്ല, ശരിക്കും അത് അതേപോലെ തന്നെയാണ് കാണുന്നത്. അത് കണ്ടപ്പോൾ ഞാൻ വല്ലാണ്ട് ഭയപ്പെട്ട് ഞെട്ടി ഉണർന്നു. ഞാൻ എന്നിട്ട് രാത്രി ഹസ്ബൻഡിനെ വിളിച്ച് ഉണർത്തി. അന്നേരം പറഞ്ഞത് സ്വപ്നമാണ്, ഇത് യാഥാർത്ഥ്യ, ബഹളം കൂട്ടണ്ട, കിടന്നുറങ്ങാൻ പറഞ്ഞ് കിടന്നുറങ്ങി. പിന്നെ എനിക്ക് ഉറക്കം വന്നില്ല. ഞാൻ നേരം വെളുത്തപ്പോൾ പിന്നെ ദർശനത്തിന് പോയി. അന്ന് നമ്മളെ അഞ്ചരക്കണ്ടിയിലെ രമണി ടീച്ചറും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ടീച്ചറോട് ഇങ്ങനെ ഭയങ്കര വിഷമം തോന്നുന്നൊക്കെ പറഞ്ഞു. അപ്പൊ ടീച്ചർ എന്നെ ഒരുപാട് കഥകളൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. ഞാൻ ടീച്ചറോട് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ കുറെ നേരം ഭഗവാന്റെ കഥകളൊക്കെ പറഞ്ഞിരുന്നു. ദർശനം കിട്ടി. മാത്രമല്ല അന്ന് അവിടെ നാരായണ സേവ ഉണ്ടായത് കൊണ്ട് ഒരുപാട് നേരം ഭഗവാനെ കണ്ടുകൊണ്ടിരുന്നു. അതോടുകൂടി എൻ്റെ ദുഃഖം അങ്ങനെ അരിഞ്ഞ് പോവുകയും ചെയ്തു. പിന്നെ ഞാനതങ്ങ് വിട്ടു. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത 4-ാം തീയതി, ജൂൺ 4-ാം തീയതിയാണ് ആ വർഷം കോളേജ് തുറക്കുന്നത്. 1990 ജൂൺ 4-ാം തീയതി കോളേജ് തുറക്കുന്നതിൻ്റെ 1-ാം തീയതി 31-ാം തീയതി ഞാൻ വീട്ടിലെത്തുന്നു. 31-ാം തീയതി വീട്ടിലെത്തുന്ന സമയത്ത് വീടെത്തുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഈ സ്വപ്നമൊക്കെ ഓർമ്മ വന്നു. എവിടുന്നോ അതുവരെ മനസ്സിലുണ്ടായിരുന്നില്ല. വീട് കാണുമ്പോഴത്തേക്കും ഈ സ്വപ്നം ഓർമ്മ വന്നു, ഓർത്തേക്ക് വന്നു. എന്നിട്ട് ഞാൻ ഉടനെ ആദ്യം അമ്മയോട് ചോദിച്ച ചോദ്യം ജഗദീശൻ പോയോ എന്നാണ്. എൻ്റെ ബ്രദറിൻ്റെ പേര് ജഗദീഷ് എന്നാണ്. ജഗദീശൻ പോയോ എന്ന് ചോദിച്ചു. അത് ചോദിച്ച സമയത്ത് അമ്മക്കൊരു അസാധാരണത്വം തോന്നി. അമ്മ പറഞ്ഞു, സാധാരണ പുട്ടപർത്തിയിൽ പോയി വന്നാൽ അവിടുത്തെ വിശേഷങ്ങളും ഭഗവാന്റെ കാര്യങ്ങളല്ലേ പറയല്, ഇന്നെന്താ ജഗദീശൻ വന്നോന്ന് പോയോന്ന് ചോദിക്കുന്നത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല, വെറുതെ ചോദിച്ചതാണെന്നും പറഞ്ഞു. കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആവുമ്പോൾ അച്ഛൻ ഓഫീസിൽ നിന്ന് തിരിച്ചു വന്നു. അച്ഛൻ അഡ്വക്കേറ്റ് ആയിരുന്നു, പയ്യന്നൂര് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന നോട്ടറി ആയിരുന്നു. അപ്പം ഞാൻ പിന്നെ
അച്ഛന് സാധാരണ ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന എനിക്ക് സാധാരണ കൊടുക്കുന്ന നീ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് പ്രൊസീജിയറൊക്കെ മറന്നോന്ന് ചോദിച്ചു. തമാശയായിട്ട് ചോദിക്കുമ്പോൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്താ എനിക്കെന്തോ മറന്നുപോയി, എന്തെല്ലോ കാര്യം മറന്ന പോലെ ഉണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഭക്ഷണം വിളമ്പി കൊടുത്തിട്ട് പിന്നെ ഭക്ഷണം കഴിച്ചിട്ടൊക്കെ സ്വസ്ഥമായി എഴുന്നേറ്റ് കുറച്ച് കഴിഞ്ഞിട്ടാണ് അച്ഛൻ പറയുന്നത്, പിന്നെ ജഗദീശൻ നേരത്തെ വിളിച്ചിരുന്നു, ഉച്ചക്ക് എന്നെ വിളിച്ചിരുന്നു, പിന്നെ മുൻസിഫായിട്ട് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്, റാങ്ക് നമ്പർ 1 ആണ് എന്ന് പറഞ്ഞു. ഞാനത് കേട്ടപ്പോൾ പറഞ്ഞു അച്ഛൻ എന്നിട്ട് അതൊരു സാധാരണ കാര്യം പറയും പോലെ മെല്ലെ ഇത്രയും സമയം കഴിഞ്ഞിട്ട് എന്താ അങ്ങനെ പറയുന്നത്, ഇത് വന്ന ഉടനെ തന്നെ പറയേണ്ട കാര്യമല്ലേ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ അതിന് പറഞ്ഞ മറുപടി വളരെ 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 വിശേഷപ്പെട്ടൊരു മറുപടിയായിരുന്നു. അച്ഛൻ പറഞ്ഞു സന്തോഷം വന്നാൽ സന്തോഷിക്കുകയും വേണ്ട, ദുഃഖം വന്നാൽ ദുഃഖിക്കുകയും വേണ്ട. അത് കേട്ടപ്പോഴും ഞാൻ ഞെട്ടിപ്പോയി, ഇതെന്താ ഇങ്ങനെ പറയുന്നത്. അങ്ങനെ കഴിഞ്ഞു. പിന്നെ അച്ഛനും അമ്മയും താഴത്തെ റൂമിലേക്ക് പോയി കിടന്നു. ഞാൻ മേലത്തെ റൂമിലാണ് കിടക്കുന്നത്. ഞാൻ രാവിലെ എഴുന്നേറ്റ് ഓങ്കാരവും സുപ്രഭാതവും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് 4 മണിക്ക് എപ്പോഴും അലാറം വെച്ചിട്ട് എഴുന്നേൽക്കുന്നതാണ്. അപ്പം ഞാൻ ആ സമയത്ത് ബാലവികാസവും ഒക്കെ നടത്തുന്നുണ്ട്. അപ്പം ഞാൻ മുകളിലെ റൂമിൽ കിടക്കുമ്പോൾ എൻ്റെ ഭർത്താവും പിന്നെ മകനും കട്ടിലിൻ്റെ മേലെ കിടന്നു. ഞാൻ താഴെ ബെഡ് വിരിച്ചിട്ട് താഴെയും കിടക്കുവാണ്. അപ്പം ഞാൻ അലാറം സാധാരണ വെക്കുന്ന ടൈം പീസ്, അന്നത്തെ ആ വട്ടത്തിലുള്ള ചെറിയ ക്ലോക്ക്, ആ ടൈം പീസിൽ അലാറം വെച്ചിട്ട് ഞാൻ ദൂരേക്ക് കട്ടിലിൻ്റെ അടിയിലേക്ക് നീക്കി വെച്ചു, കൈയെങ്ങാനും തട്ടിപ്പോണ്ട എന്ന് വിചാരിച്ച് കട്ടിലിൻ്റെ അടിയിലേക്ക് നീക്കി വെച്ച് പിന്നെ കിടന്നത് ഞാൻ ഉറങ്ങുകയും ചെയ്തു. അന്നേരത്തെ ഒരു 9:30-10 മണിയൊക്കെ ആയി കാണും. അങ്ങ് ഉറങ്ങിയിട്ട് കുറേ വൈകുന്ന സമയത്ത് ഒരു 10:30-11 മണീൻ്റെ അടുത്താവുമ്പോൾ പെട്ടെന്നൊരു ശബ്ദം കേട്ടിട്ട് ഞാൻ ഞെട്ടി ഉണർന്നു. ആ ശബ്ദം എന്താന്ന് വെച്ചാൽ ഈ ടൈം പീസ് തെറിച്ചങ്ങോട്ട് ദൂരെ പോയി. ആ ടൈം പീസ് ഞാൻ എടുത്ത് നോക്കുമ്പോഴേക്ക് അതിനനക്കില്ല. അപ്പോൾ എനിക്ക് കാര്യങ്ങളെല്ലാം ചിത്രം പോലെ മനസ്സിലേക്ക് വന്നു. എന്താ സംഭവിച്ചതെന്ന് ഞാൻ അറിഞ്ഞു. പിന്നെ എനിക്ക് സംശയമേ ഇല്ല. ഉടൻ തന്നെ ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു. പക്ഷെ മൂപ്പര് ഈ സ്വപ്നം എന്നൊക്കെ പറഞ്ഞ് അതിനെ നിസ്സാരാക്കിയിട്ട് ആദ്യത്തെ പോലെ തന്നെ അതിനെ തള്ളിക്കളഞ്ഞു. കുട്ടി ഉറങ്ങുകയാണ്. ഞാൻ എന്നിട്ട് അവിടെ തന്നെ ഞാൻ പൂജാമുറിയിലേക്ക് രാവിലെ എഴുന്നേറ്റ് ഞാൻ എല്ലാവരെയും ഉണർത്തണ്ട, ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ പൂജാമുറിയിലേക്കൊന്നും പോവാറില്ല. ഞാൻ കിടക്കുന്ന റൂമിൽ തന്നെ ഒരു ചെറിയ ഫോട്ടോ, ഒരു പലക വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു ഫോട്ടോവും ഒരു വിളക്കും ഇരിക്കാനുള്ളതും ഒക്കെ ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ ഇരുന്നിട്ട് ഞാൻ അങ്ങ് ജപിക്കാൻ തുടങ്ങി, ഭഗവാന്റെ നാമം ജപിക്കാൻ തുടങ്ങി. അത് ജപിച്ച് അതിൻ്റെ ഒച്ച വർദ്ധിച്ച് അതൊരു വലിയ കരച്ചിലായിട്ട് മാറുവാണ്. അതെൻ്റെ കൺട്രോളിലായിരുന്നില്ല. അങ്ങനെ കുറേ കഴിയുമ്പോൾ പിന്നെ ഹസ്ബൻഡ് എഴുന്നേറ്റു എന്നാണ് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചു. അപ്പം ഈ ഇരിപ്പ് ഞാൻ ഇരിക്കുന്നത് അപ്പോൾ പുലർച്ചെ 3 മണിയായിട്ടുണ്ട്. ഞാൻ അറിഞ്ഞിട്ടില്ല സമയം. ആ 3 മണി സമയത്തുണ്ട് താഴെ ആരോ വന്ന് വിളിക്കുന്നു. കുറേ ആൾക്കാർ ശബ്ദം കേൾക്കുന്നുണ്ട്, ആരോ വന്ന് വിളിക്കുന്നുണ്ട്. മുകളിൽ കിടക്കുന്ന ഞാനാണ് ആദ്യം ഓടി വന്നിട്ട് വാതിൽ തുറക്കുന്നത്. താഴെ അച്ഛനുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു. അപ്പം അവരൊന്നും അറിഞ്ഞില്ല. ഞാൻ വന്നിട്ട് വാതിൽ തുറന്നു. അപ്പം അവർ പറഞ്ഞു, പിന്നെ നിങ്ങളെ ബ്രദറിന് ഒരു ആക്സിഡൻറ്റ് പറ്റി, അപ്പം അത് പിന്നെ പറയാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. അപ്പം അതിൽ ഞങ്ങൾക്ക് പരിചയമുള്ള 1-2 ആൾക്കാരുണ്ട്, അറിയാത്ത ആൾക്കാരും ഉണ്ട്. 5-6 ആളുണ്ടായിരുന്നു. അപ്പോഴേക്ക് അച്ഛൻ ആൾക്കാരുടെ ശബ്ദം കേട്ടപ്പോൾ അച്ഛൻ എഴുന്നേറ്റ് വന്നു. അച്ഛൻ വന്നിട്ട് അച്ഛനോട് കാര്യം പറഞ്ഞു. അച്ഛനൊന്നും പക്ഷെ അവർ സമാധാനം പറഞ്ഞു, ആസ്പത്രിയിലാണ്,
പിന്നെ നിങ്ങളെ ചെറിയ മകനെ, ഇളയ മകനെ ഒന്ന് ഞങ്ങളെ കൂടെ അയക്കണം എന്ന് പറഞ്ഞു. എന്നാൽ എൻ്റെ ഇളയ അനിയൻ ഇവിടെ ഉണ്ട്, അപ്പം അവനെ വിളിച്ചിട്ട് 2-3 ഡ്രസ്സൊക്കെ എടുത്തോളാൻ പറഞ്ഞ് അവരെ കൂടെ പോയി, അവർ കൂട്ടിയിട്ട് പോയി. പക്ഷെ എനിക്ക് ലവലേശം സംശയം ഉണ്ടായിരുന്നില്ല. ആസ്പത്രിയിലാണെന്ന് പറഞ്ഞതൊക്കെ വെറുതെ പറഞ്ഞതാണ്. ആസ്പത്രിയിലായിരിക്കാം, പക്ഷെ ആള് ബാക്കിയില്ല എന്ന് എനിക്കറിഞ്ഞു. എനിക്ക് ശരിക്കും അതിൽ സംശയം ഒട്ടും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ബാക്കി നേരം വെളുക്കുന്നവരെയുള്ള സമയം അച്ഛൻ്റെയും അമ്മേൻ്റെയും കൂടെ ഇരുന്നു. പിന്നെ അച്ഛനും കുറേ നേരം വെളുത്തപ്പോൾ ആരൊക്കെയോ വരുന്നതൊക്കെ കണ്ടപ്പോൾ അച്ഛനും വ്യക്തമായി. പിന്നെ അമ്മയും ഒക്കെ കൂടി വലിയ ബഹളമായി. പിന്നെ നമുക്ക് നിയന്ത്രണം വിട്ടു. അങ്ങനെ ആ ഒരു സംഭവത്തിന് അവരെ നോക്കാനും അവരെ ശുശ്രൂഷിക്കാനും ഉള്ള ഒരു ദൗത്യം എന്നെ ഏൽപ്പിക്കുകയും എന്നെ ആദ്യം കാര്യം പറഞ്ഞ് മനസ്സിലാക്കിക്കുകയും ചെയ്തതാണ് ഭഗവാൻ എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പിന്നെ ഒരു വർഷക്കാലം ഈ അച്ഛനെയും അമ്മേനെയും നോർമൽ ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രയത്നമായിരുന്നു എനിക്ക് തന്ന ഡ്യൂട്ടി. ഞാൻ അതിൽ അച്ഛനത് ശരിയായിട്ട് അച്ഛൻ ഉൾക്കൊള്ളുകയും ചെയ്തു. അച്ഛനൊരു സ്വപ്നദർശനം ഉണ്ടായി. അതിൻ്റെ ഇടയിൽ ഭഗവാന്റെ മുമ്പിൽ ഒരു മേശയ്ക്ക് 2 വശത്തുമായിട്ട് ഭഗവാനും അച്ഛനും ഇരിക്കുകയായിരുന്നു. എന്നിട്ട് അച്ഛൻ്റെ കയ്യിലേക്ക് ഭഗവാൻ ഒരു ഹോറോസ്കോപ്പ് കൊടുത്തപ്പോൾ അച്ഛൻ ചോദിച്ചു അത്രേ, ഇനി ഇത് ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ അതിൻ്റെ താഴെ എഴുതി കാണിച്ചിട്ടുണ്ട് 31 വയസ്സും 8 മാസവും എന്നുള്ളത് കുത്തിയിട്ട് 31 വയസ്സും 9 മാസവും മറ്റേ ആക്കി തിരുത്തിയിട്ട് ഒരു 1-2 മാസം അപ്പുറത്തേക്ക് തിരുത്തിയ ഒരു ഹൊറോസ്കോപ്പ് കാണിച്ചു കൊടുത്തു. ഇനി ഞാനിത് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു അത്രേ, ഇനി ഇത് പോകുന്ന വഴിക്ക് കാറ്റിൽ പറത്തിക്കോളാൻ പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു അതെനിക്ക് വ്യക്തമായൊരു സന്ദേശമായിരുന്നു. അത് അത്രേ ഉള്ളൂ എന്നും അത് എൻ്റെ നിയോഗമാണെന്നും അതിനി മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതെ അതിൻ്റെ അപ്പുറത്തേക്ക് നീ യാത്ര ചെയ്യണം എന്നുള്ള ഒരു സന്ദേശമാണ് എനിക്ക് ഭഗവാൻ തന്നത് എന്ന് അച്ഛൻ പറയുകയും ചെയ്തു. അത് കഴിഞ്ഞ് എൻ്റെ രണ്ടാമത്തെ ബ്രദർ അന്ന് പൂനെയിൽ പഠിക്കുകയായിരുന്നു. അപ്പം അവൻ നാട്ടിൽ വന്ന സമയത്ത് ഈ വണ്ടി എടുക്കാനും ഒക്കെ ആയിട്ട് അവിടെ പോലീസിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പോകാൻ ഇവൻ്റെ സീനിയർ അഡ്വക്കേറ്റ് പറഞ്ഞിരുന്നു, രാമകൃഷ്ണൻ സാറ്. അപ്പം അത് ഇവൻ പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു അവിടെ പോയി നീ ആ സ്പോട്ടിൽ പോയി നോക്കണം, അവിടെ ഒരു പെട്ടിക്കടയും ഒരു മരവും ഒക്കെയുള്ള ഒരു വിജനമായ റോഡാണെന്നൊന്ന് നോക്കണം എന്ന് പറഞ്ഞിരുന്നു. ശരിക്കും സ്വപ്നത്തിൽ എന്താണോ ഞാൻ കണ്ടത് ഒരു ചിത്രം പോലെ അതവൻ വന്നിട്ട് വിവരിച്ചു. കൃത്യമായിട്ട് ആ സ്ഥലവും ആ റോഡും. ടീച്ചറെ നല്ല വളരെ നന്നായിട്ടും മനോഹരമായിട്ടും അത് പറയുകയും ചെയ്തു. വളരെ ഹൃദയസ്പർശിയായ ഒരു അനുഭവം തന്നെയാണ്. താങ്ക് യു സോ മച്ച്. ഇനി ഭഗവാന്റെ പ്രഭാഷണം കഴിയുമ്പോഴേ ടീച്ചർ ഒരു പാട്ട് പാടണേ, ഭജന പാടണം. സായിരാം. സംഗീത മോളെ വെച്ചോളൂ ഭഗവാന്റെ. ప్రేమ స్వరూపులారా, ఎంబాడిమెంట్స్ ఆఫ్ డివైన్ లవ్. ప్రతి మానవుడు ఆనందాన్నే ఆశిస్తున్నాడు, కానీ దుఃఖమును కోరుటలేదు. Every human being is aspiring to have joy and delight and not sorrow or sadness. ఇట్టి అకుంఠిత ఆనంద నిమిత్తమై మానవుడు అహోరాత్రములు కూడాను అనేక ప్రయత్నములు సలుపుచున్నాడు. Man has been making ceaseless efforts day and night in order to have this unbroken joy. కానీ ఆశించిన ఆనందమును
అందుకోలేకపోతున్నాడు. but he has not been able to attain the joy which he aspires for. కారణమేమి? What is the reason? దేహేంద్రియములే తానని భ్రమించి ఆ దేహేంద్రియములకు సంబంధించినటువంటి యొక్క సుఖ భోగభాగ్య వస్తువుల నిమిత్తమై ప్రాకులాడి అట్టి వస్తువాహనములు లభించినప్పుడు ఆనందము ప్రాప్తించునని చింతించి వాటి నిమిత్తమై అహోరాత్రములు కూడాను తగిన కృషి జరుపుతున్నాడు. The reason for this state of affairs is that he is deluding himself that he is his physical body and his sense organs. In order to satisfy this physical body and sense organs, he makes ceaseless efforts to get at objects which can give him satisfaction and joy. మానవుడు ఆశించినటువంటి ఆనందము బయట ప్రపంచమునందు లేదు. But the joy which he is looking for and searching for is not available in the external world. మానవుడు ఆశించిన ఆనందము వస్తువాహనములందు లేదు. The joy is not found either in the objects of senses also. మానవుడు ఆశించిన ఆనందము విషయ వ్యక్తుల యందు కూడాను కనిపించదు. The joy which he is looking for is not found either in the objects or in the people. ఇట్టి లేని ఆనందమును పొందే నిమిత్తమై మానవుడు ఎన్ని ప్రయత్నములు చేసినప్పటికీ ఇవి అన్నీ కూడాను వ్యర్థములే అవుతాయి. If he is making efforts in this wrong direction of finding joy where there is no joy at all, how can he succeed in his efforts? అట్టి మానవుని దృష్టి ఉంచుకొని ఓ మానవుడా, నీవు ఆశించినటువంటి యొక్క ఆనందము బాహ్య సంబంధమైనటువంటి వస్తువాహనములందు కానీ వ్యక్తులు యందు కానీ విషయముల కందు కానీ లేదు. Keeping this in view, it has been declared that, oh man, you cannot get the joy which you are aspiring for either in the objects or in the individuals or in the matters which you think you have. ఏ ఆనంద నిమిత్తమై నీవు పరితపిస్తున్నావో, ఏ ఆనంద నిమిత్తమై నీవు అనేక విధమైనటువంటి ప్రయత్నములు సల్పుచున్నావో, ఆ ఆనందమే నీ రూపం. That joy which you are ceaselessly searching for and earning is you yourself. Your very form is that joy. ടീച്ചറെ ഒരു ഭജന പാടിക്കോളൂ. ഈടെ ഇടയ്ക്ക് ഇന്റർനെറ്റ് പോകുന്നുണ്ട്, അതാണ്. आओ प्यारे नयन हमारे साई हमारे आओ, आओ प्यारे नयन हमारे साई हमारे आओ, तुम बिन कोई नहीं रखवाले, तुम बिन कोई नहीं रखवाले, तुम बिन कौन सहारे, बाबा तुम बिन कौन सहारे, तुम बिन कौन सहारे, आओ साई प्यारे, आओ साई प्यारे, आओ प्यारे नयन हमारे साई हमारे आओ. സായിരാം. സായി ഉപമ. ഭഗവാൻ പറയുന്നു, പുസ്തകങ്ങൾ, ലഘുലേഖകൾ, സമ്മേളനങ്ങൾ, പ്രഭാഷണങ്ങൾ, സംഭാഷണങ്ങൾ ഇവയൊന്നും കൊണ്ട് ഒരു പ്രയോജനവുമില്ല. എന്നെ അറിയണമെന്ന് ആഗ്രഹമുള്ളവർ എൻ്റെ സമീപത്ത് വന്ന് നേരിട്ട് അനുഭവം നേടണം. ഒരു കല്ലിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരാൾ
ഒരു പർവ്വതം ഇതിനേക്കാളും കോടിക്കണക്കിന് വലിപ്പമുള്ളതാണ് എന്ന് പറയുന്നത് കൊണ്ട് ഒരാൾ പർവ്വതത്തെ അറിയുന്നില്ല. ഒരു പർവ്വതത്തെക്കുറിച്ച് ദൂരെ നിന്നെങ്കിലും ഒന്ന് കാണാതെ അതിനെ അറിയുവാൻ സാധിക്കില്ല. അതുപോലെ അതീതമായ ഈശ്വര ശക്തി ദുർഗ്രാഹ്യമാണ്. ഓം ശ്രീ സായിറാം. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.